നമ്മുടെ മുന്നിൽ പ്രയാസം വരുമ്പോൾ മാത്രമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ശോധന നടക്കുന്നത്. പക്ഷേ ആ വിശ്വാസത്തിൽ നമ്മൾ ജയിക്കണമെങ്കിൽ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് എഫേസ്യർ 3 അതിൻ്റെ 14 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അതിനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ് പ്രാർത്ഥന എന്ന വിഷയം. നമുക്കറിയാം, ലോകത്ത് എല്ലാ ആൾക്കാരും, അത് ഏത് സാഹചര്യം, അവർ ധനവാനാണോ ധനമില്ലയോ, ബലമുണ്ടോ ബലമില്ലയോ, എന്തവസ്ഥയിലിരിക്കുന്നവരും ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന. എന്നാൽ ദൈവത്തെ അനുഗമിക്കുന്ന, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന നമ്മൾ ഓരോ പേരുടെയും ജീവിതത്തിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒരു ഇൻഗ്രീഡിയൻ്റാണ് പ്രാർത്ഥന. ഞാൻ സാധാരണ പറയാറുണ്ട്, ഒരു പക്ഷിക്ക് പറക്കുവാൻ 2 ചിറക് ആവശ്യമെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന എനിക്കും നിങ്ങൾക്കും ദൈവവചനവും പ്രാർത്ഥനയുമാണ് നമ്മളെ ദൈവത്തിലോട്ട് അടുപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദൈവവചനം വായിക്കുമ്പോൾ, നമ്മൾ ഈ വായിച്ച വചനം പൗലോസ് സഭയ്ക്ക് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പലരും ഈ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. പക്ഷേ നമ്മൾ ഈ ദൈവവചനം എടുത്ത് വായിച്ചതിൻ്റെ ഒരു കാരണം, നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നത്, എന്താണ് പരിശുദ്ധാത്മാവ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്നത്, അതാണ് നമ്മൾ ഇതിനകത്ത് ചിന്തിക്കാൻ പോകുന്നത്. അവിടെ പൗലോസ് പ്രാർത്ഥിച്ച് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അതു നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിന് പേര് വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. പൗലോസ് ഇത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പൗലോസ് ഒരു സഭയ്ക്കകത്തിരുന്ന് എഴുതുന്നതല്ല, ഒരു വീട്ടിൻ്റെ അകത്തിരുന്ന് എഴുതുന്നതല്ല, കാരാഗ്രഹത്തിൽ ഇരുന്ന് എഴുതുന്ന ഒരു ലെറ്ററാണ് നമ്മൾ ഈ വായിക്കുന്നത്. പക്ഷെ അവിടെ പൗലോസ് പറയുകയാണ്, പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു. നമ്മളൊരു നിമിഷം ചിന്തിക്കണം, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ യാത്രയിൽ നമ്മുടെ സാഹചര്യങ്ങൾ മാറുമ്പോൾ, ബുദ്ധിമുട്ട് സങ്കടങ്ങളൊക്കെ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ആദ്യം ഈ പ്രശ്നം നമ്മുടെ പ്രാർത്ഥനയെ തൊടുവാൻ തുടങ്ങും. നമ്മൾ പെട്ടെന്ന് ദൈവത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, സഭായോഗത്തിന് പോകുന്നുണ്ട്, എന്നിട്ടും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു? പക്ഷേ പൗലോസിൻ്റെ ജീവിതത്തിൽ വായിക്കുമ്പോൾ പൗലോസ് കാരാഗ്രഹത്തിൽ ഇരുന്നു കൊണ്ട് പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു. ദൈവമക്കളെ, പൗലോസും നമുക്കും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കുവാൻ പോകുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ഈ എഴുതിയപ്പോൾ അവരെ പ്രാർത്ഥിക്കുമ്പോൾ അവരോട് പറയുവാണ്, നിങ്ങൾ പിതാവിനെ ഒന്ന് അറിയണം. ഈ പിതാവിനെ അറിഞ്ഞെങ്കിൽ മാത്രമേ എൻ്റെ സാഹചര്യങ്ങൾ എന്തായാലും അതിൻ്റെ മധ്യേ എനിക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ പിതാവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ. ആ ഉറപ്പിൻ്റെ പുറകിലാണ് പൗലോസ് പറയുന്നത്, ആ നാഥൻ്റെ മുന്നിൽ ഞാൻ മുട്ടുകുത്തുന്നു. നമുക്കറിയാം, മത്തായി 6 നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 5 തൊട്ട് താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവിടെ യേശു പ്രാർത്ഥിക്കേണ്ടത് അല്ലെങ്കിൽ പ്രാർത്ഥന എന്താണ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണെങ്കിലും നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ആമേൻ. അപ്പം യേശുവോട് പറയുവാണ്,
കപടഭക്തിക്കാർ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം അവരുടെ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അവർ വലിയ പ്രാർത്ഥനക്കാരനാണെന്ന് തോന്നത്തക്കവണ്ണമുള്ള പ്രാർത്ഥനയാണ് ഈ കപടഭക്തിക്കാരുടെ പ്രാർത്ഥന. എന്നാൽ നിങ്ങൾ മുറിക്കകത്ത് കയറി രഹസ്യത്തിലുള്ള നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കണം. എന്താണ് പരിശുദ്ധാത്മാവ് ഇവിടെ നമ്മളോട് പറയുന്നത്? പരിശുദ്ധാത്മാവ് പറയുന്നത്, ഒരു കപടഭക്തിയുള്ള മനുഷ്യൻ അവൻ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്, ആരാണ് എന്നത് തനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് താൻ വാക്കുകൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഞാനും നിങ്ങളും ഭക്തന്മാരാണെങ്കിൽ ഈ നാഥനെ അറിയുവാൻ വേണ്ടി നമ്മൾ മുറിക്കകത്ത് കയറി ദൈവത്തെ അന്വേഷിക്കണം. ഹല്ലേലൂയ. മറ്റൊരർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ചില വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നതല്ല. എൻ്റെ നാഥനെ അറിയുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥന മുറിക്കകത്ത് കയറി ദൈവത്തെ അന്വേഷിക്കുന്നതാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. ഈ ദൈവത്തെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ, അവർക്കൊരു കാര്യം വേണമെങ്കിൽ അവർ വാക്കുകൾ കൊണ്ടൊന്നും കളിക്കാറില്ല. അവർക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ, ബാഗ് വേണമെങ്കിൽ, പപ്പ എനിക്കൊരു ബാഗ് വേണം, അത്രയേ ഉള്ളൂ. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഗവൺമെൻറ് ഓഫീസിൽ പോകാറുണ്ട്, ജോലിക്ക് ലീവ് എടുക്കുന്നവരുണ്ട്. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മാനേജറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഓഫീസിൽ ചെന്നിട്ട്, അതെ ഞാൻ വന്നത് ഈ പേപ്പർ തരാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ? ഒരിക്കലും ഇല്ല. ഒരു ലെറ്റർ എഴുതി തരണമെന്ന് പറഞ്ഞാൽ ഒരു ഫുൾ പേപ്പർ മൊത്തം നമ്മൾ എഴുതും. അതിൻ്റെ അകത്തെ ആവശ്യം ഒറ്റ ലൈനേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ മുന്നിലിരിക്കുന്ന ആളിനെ നമുക്കറിയത്തില്ല. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് ഒറ്റ വാക്കിൽ കാര്യം പറഞ്ഞ് അവതരിപ്പിക്കുന്നതെന്നറിയാമോ? അവർക്ക് തൻ്റെ അപ്പനെയും അമ്മയും അറിയാം. ദൈവമക്കളെ, ഞാനും നിങ്ങളും എത്ര നേരം പ്രാർത്ഥിക്കുന്നു എന്നതല്ല, എന്തു പ്രാർത്ഥിക്കുന്നു എന്നതുമല്ല, മറിച്ച് ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന മുറിക്കകത്ത് കയറുമ്പോൾ, ഞാൻ എൻ്റെ ദൈവത്തെ ഒന്നുകൂടെ ഒന്ന് അറിഞ്ഞു. ഒരുപക്ഷെ നമ്മൾ എഴുന്നേൽക്കുമ്പോഴൊക്കെ സാക്ഷി പറയുമ്പോൾ 10, 20, 30 വർഷമായി ഈ ദൈവത്തെ ഞാൻ അനുഗമിക്കുവാൻ തുടങ്ങിയിട്ടെന്ന് പറയുവാൻ നമുക്ക് കഴിയും. പക്ഷേ ആ വർഷത്തിനൊത്തവണ്ണം നിങ്ങളിലൊരു വളർച്ച ഉണ്ടായോ എന്നത് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. രണ്ടാമത്തേത്, അടുത്ത വാക്യം, പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. ആമേൻ. അപ്പോൾ അടുത്തത്, ജാതികളും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ജാതികൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരേ കാര്യം പിന്നെയും പിന്നെയും അവരെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, എന്നാൽ നിങ്ങൾ എന്തറിയണം? നിങ്ങളുടെ പിതാവിന് നിങ്ങൾ ആവശ്യങ്ങൾ പറയുന്നതിന് മുന്നേ എൻ്റെ പിതാവിന് അതറിയാം. എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ പ്രാർത്ഥന മുറിക്കകത്ത് കയറുമ്പോൾ വിഷയങ്ങൾ പറയണ്ട എന്നല്ല അവിടെ പറഞ്ഞത്. ഓരോ ദിവസവും ഞാൻ എൻ്റെ വിഷയങ്ങളുമായി എൻ്റെ പ്രാർത്ഥന മുറിക്കകത്ത് കയറുമ്പോൾ അതിനൊരു ഉത്തരം വരുമോ എന്നോർത്ത് ഞാൻ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ പ്രാർത്ഥന മുറിക്കകത്ത് കയറുന്നതിന് മുന്നേ എൻ്റെ നാഥൻ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമായി അവിടെ ഇരിപ്പുണ്ടെന്നുള്ള ബോധ്യമാണ് പ്രാർത്ഥനയിൽ എന്നെ കൂടുതൽ ഇരുത്തിക്കളയുന്നത്. ഓരോ ദിവസവും നമുക്ക് പലവിധമായ വിഷയങ്ങളുണ്ട്, പലവിധമായ പ്രയാസങ്ങൾ കൂടെ നമ്മൾ കടന്നുപോയെന്ന് വരും. പക്ഷേ ആ പ്രയാസങ്ങൾ കൂടെയൊക്കെ കടന്നു പോകുമ്പോഴും എനിക്കുള്ള ഒരു ഉറപ്പുണ്ട്, എൻ്റെ നാഥൻ എൻ്റെ വിഷയങ്ങൾ അറിയുമെന്ന് മാത്രമല്ല, എൻ്റെ നാഥൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നൊരു ഉറപ്പോടാണ് പ്രാർത്ഥന മുറിക്കകത്ത് കയറുന്നത്. ആ ഒരു ട്രസ്റ്റാണ് അടുത്ത് നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് വെളിപ്പെടേണ്ടത്. ദൈവമക്കളെ, നമുക്ക് വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ തുടക്കത്തിൽ പ്രാർത്ഥിച്ചതുപോലല്ല, പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ. ജോർജ് മുള്ളർ എന്ന ദൈവദാസനെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കാം. ജോർജ് മുള്ളറിനെക്കുറിച്ച് പറയുന്നത്, തൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ താൻ ദൈവത്തെ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ടാണ് ഈ ഓർഫനേജ് താൻ നടത്തുന്നത്. ഒരു 100 കുഞ്ഞുങ്ങളോളം ആകുന്ന സമയത്ത് തനിക്ക് ആ സമയത്ത് ഒരുപാട് ഗിഫ്റ്റുകൾ വരുന്നുണ്ട് ഈ ഓർഫനേജ് നടത്തി പോകുവാൻ. പക്ഷേ തൻ്റെ ബയോഗ്രഫിക്കകത്ത് പറയുന്നത്, ഒരു 100 കഴിഞ്ഞപ്പോൾ ഈ ഗിഫ്റ്റുകളെല്ലാം നിന്നു. ഈ ഗിഫ്റ്റുകളെല്ലാം നിന്നപ്പോൾ താൻ ദൈവത്തോട് പറഞ്ഞു, പിതാവേ, ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ ഞാൻ മുന്നോട്ട് നടത്തും? കാരണം അവരുടെ ഡെയിലി നീഡ്സ് ഉണ്ട്, എല്ലാ ദിവസവും ആവശ്യങ്ങളുണ്ട്. ആ ബയോഗ്രഫി വായിച്ചാൽ ഏറ്റവും ഭംഗിയുള്ളൊരു കാര്യം, ഇന്നത്തെ ഓർഫനേജുകൾ പോലല്ല, താനൊരു ടൈം ടേബിൾ ഇട്ടിട്ടുണ്ട്. അവർ രാവിലെ എന്ത് കഴിക്കണം, ഉച്ചയ്ക്ക് എന്ത് കഴിക്കണം, വൈകിട്ട് എന്ത് കഴിക്കണം.
അവരായി വെച്ചിരിക്കുന്ന ടൈം ടേബിൾ അനുസരിച്ചാണ് ദൈവം അവർക്ക് ഉത്തരം അരുളുന്നത്. എന്നാൽ താൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ദൈവം തന്നോട് ഇടപെട്ടു. കഴിഞ്ഞ നാളുകളിൽ നിന്നെ കരുതിയവൻ ഇനിയും കരുതുവാൻ വിശ്വസ്തനാണ്. ദൈവമക്കളെ, ഞാനും നിങ്ങളും ഈ ദൈവത്തിൽ ആശ്രയിക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവം നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ പിന്നെയും പിന്നെയും പല പ്രശ്നത്തിൽ കൂടെ കടന്നു പോകും. പക്ഷേ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. ഇന്നലകളിൽ ഞാൻ ഈ വിഷയത്തെ ജയിച്ചുവെങ്കിൽ ഇന്നത്തെ ഏത് വിഷയത്തെയും ജയിക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. ഇന്നലകൾ ഞാൻ ജയിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ എത്തിച്ചേരത്തില്ല. ഇന്നലകളെ എൻ്റെ ദൈവം ജയിപ്പിച്ചുവെങ്കിൽ ഇന്ന് ഞാൻ ഈ പ്രശ്നത്തിൻ്റെ മുന്നിൽ വരുമെന്ന് എൻ്റെ നാഥൻ അറിയാമെന്ന് മാത്രമല്ല, ഇന്നലത്തെ എൻ്റെ ജയത്തിൻ്റെ ഉറപ്പാണ്. നാളെയും ഇന്നും ഞാൻ ജയിച്ചിരിക്കും. അതുകൊണ്ട് ആ വചനം പറയുന്നത്, ജീസസ് ക്രൈസ്റ്റ് ഇസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. ഈ വിശ്വാസം നമ്മുടെ അകത്തുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥനയിൽ നമ്മൾ കൂടുതൽ വളരുന്നത് ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ്. ജോർജ് മുള്ളർ ആ 100 പേരെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ഹൃദയത്തിൽ ഭാരം കൂടുകയല്ല, വിശ്വാസം വർദ്ധിച്ചു. തൻ്റെ ബയോഗ്രഫിയിൽ എഴുതിയിരിക്കുന്നത്, ഈ മനുഷ്യനെ ദൈവം പിന്നത്തേൽ ഏതാണ്ട് 2000 കുഞ്ഞുങ്ങളുടെ ഡെയിലി നീഡ്സ് നടത്തുവാൻ ഈ മനുഷ്യനെ ദൈവം ഉപയോഗിച്ചു. ആ കുഞ്ഞുങ്ങളെ നടത്തു മാത്രമല്ല, അടുത്തൊരു തലമുറയ്ക്ക് വിശ്വസിക്കുന്നവനെ നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് വരച്ചു കാണിക്കുവാൻ ഈ മനുഷ്യനെ ദൈവം ഉപയോഗിച്ചു. ദൈവമക്കളെ, ഞാനും നിങ്ങളും പ്രാർത്ഥന മുറിക്കകത്ത് കയറുമ്പോൾ വെറുതെ പ്രാർത്ഥിച്ചിറങ്ങുകയല്ല. പിതാവേ, ചില വിഷയത്തിൻ്റെ മേൽ ഞാൻ ഉത്തരം കാണുക മാത്രമല്ല, പിതാവേ നിന്നെ എനിക്കൊന്ന് അറിയണമെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥന മുറിക്ക് അകത്ത് കയറുമെങ്കിൽ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഒരു വിഷയവും നിങ്ങൾക്ക് ജയിക്കാൻ പറ്റാത്തതല്ല. മൂന്നാമത്, അടുത്ത് നമ്മൾ കാണുന്നത് യേശു പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുവാണ്. 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയാം, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിക്കുവിൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടട്ടെ, നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ അടുത്തെന്താണെന്നറിയാമോ? എൻ്റെ പ്രാർത്ഥന മുറിക്കകത്ത് എൻ്റെ ദൈവത്തെ ഞാൻ അറിഞ്ഞു. 2, ഞാൻ വിശ്വസിച്ചു. ഈ ദൈവത്തിൽ ഞാൻ എത്രത്തോളം വിശ്വസിക്കുന്നോ അത്രത്തോളം മാത്രമേ എനിക്ക് എന്നെ ഒന്ന് സമർപ്പിക്കുവാൻ കഴിയത്തുള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കാരണം ഈ ദൈവത്തിൻ്റെ മുന്നിൽ ഞാൻ എന്നെ സമർപ്പിച്ചില്ല എങ്കിൽ എനിക്കൊരിക്കലും പറയുവാൻ കഴിയത്തില്ല, ദൈവമേ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നടക്കട്ടെ. അപ്പോൾ അങ്ങയുടെ രാജ്യം വെളിപ്പെടട്ടെ എന്ന് പറയണമെങ്കിൽ എനിക്ക് ഈ ദൈവത്തിൽ ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വണ്ടി ഓടിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ഹസ്ബൻഡ്സൊക്കെ വണ്ടി ഓടിക്കാൻ നേരം വൈഫ് വണ്ടി ഓടിക്കാൻ പഠിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മളൊരു ലോങ് യാത്ര പോവുകയാണെങ്കിൽ ഹസ്ബൻഡാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ വൈഫും കുഞ്ഞുങ്ങളെല്ലാം നല്ല ഉറക്കമായിരിക്കും. പക്ഷേ വൈഫ് പറയണം, നിർത്തിയാൽ നമ്മൾ എന്തായാലും അത്രയും പോകില്ല, ഞാൻ ഓടിക്കട്ടെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരും ഉണരും, ഇല്ലേ? എന്തായിരിക്കും കാര്യം? കാരണം മമ്മി ശരിക്കും വണ്ടി നേരെ തന്നെയാണോ ഓടിക്കുന്നതെന്നുള്ളതാണ്. മമ്മിയോടുള്ള അവിശ്വാസ കുറവോ ഒന്നുമല്ല, പക്ഷേ നമുക്കറിയാം സൂക്ഷിച്ചിരിക്കുന്നതാണ് നല്ല, അല്ലേ? എന്നതുപോലാണ് നമ്മുടെ ദൈവം നമ്മളോട് പറയാണ്, കുഞ്ഞേ ഞാൻ നിൻ്റെ കരം പിടിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇതൊരു അനുഭവമല്ലെങ്കിൽ ദൈവം പറഞ്ഞാലും നമ്മൾ കേൾക്കത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, സ്വർഗസ്ഥനായ പിതാവേ അങ്ങയുടെ ഹിതം നടക്കട്ടെ. ദൈവമക്കളെ, ഞാനിതാ പറഞ്ഞ നമ്മുടെ പ്രാർത്ഥന മുറിക്കകത്ത് കയറുമ്പോൾ ഈ വലിയവനായ ദൈവത്തെ ഞാൻ എത്രത്തോളം അറിയുന്നോ അത്രത്തോളം ഞാൻ ആശ്രയിക്കുവാൻ തുടങ്ങും. എത്രത്തോളം ഞാൻ ആശ്രയിക്കുന്നോ അത്രത്തോളം ഞാൻ സമർപ്പിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇന്ന് ഈ ദൈവവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കണം, പിതാവേ എനിക്ക് അങ്ങേ ശരിക്കും ഒന്ന് അറിയുവാൻ അങ്ങ് എനിക്ക് കൃപ പകർന്നു തരണം. ഈ ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമ്മളിത് സ്ഥിരമായിട്ട് ചിന്തിക്കുന്ന ചില ചിന്തകളാണ്. സ്വർഗസ്ഥനായ പിതാവേ എന്ന ആ തോട്ട് ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ശരിക്കും അങ്ങ് എന്താണ് ഇതിൽ നിന്ന് പറയുന്നത്? ആ സമയത്താണ് ഞാനൊരു ബയോഗ്രഫി വായിച്ചത്. ആലിസ് സല്ലിവൻ എന്ന് പറഞ്ഞ ഒരു ദൈവദാസി.
തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ദൈവത്തിന് വേണ്ടി വേല ചെയ്യണം എന്നുള്ളത്. താൻ ചെറുപ്രായം മുതലേ തൻ്റെ കൂടെ ഉള്ളവരോടൊക്കെ പറയും, ഒരു നാൾ ഞാൻ ദൈവത്തിന് വേണ്ടി സാക്ഷിയാകും. ആ ദൈവദാസി പ്രാർത്ഥിച്ചു. ദൈവം തനിക്ക് വേണ്ടി ഒരു വഴി തുറന്നു. താൻ ചൈനയിൽ സുവിശേഷവുമായി പോയി. വർഷങ്ങളോളം താൻ അവിടെ ദൈവത്തിന് വേണ്ടി വേല ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് താൻ വേല ചെയ്യുന്ന ആ ഓർഗനൈസേഷൻ ആലിസിനോട് പറഞ്ഞു, നീ വർഷങ്ങളായി ഇവിടെ വന്ന് വേല ചെയ്യുന്നു, നീ മടങ്ങി നിൻ്റെ അപ്പനെയും അമ്മയും കണ്ടിട്ട് വരാൻ പറഞ്ഞു. ആലിസ് കപ്പൽ വെയിറ്റ് ചെയ്യുന്ന ആ സമയത്ത് തൻ്റെ അകത്ത് പെട്ടെന്ന് പ്രാർത്ഥിക്കണം എന്നൊരു ചിന്ത തൻ്റെ ഹൃദയത്തിൽ വന്നു. താൻ ഇമ്മീഡിയറ്റ്ലി കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. താൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ കപ്പൽ ഷോറിലോട്ടടുത്തു. താൻ പ്രാർത്ഥിച്ചെഴുന്നേറ്റപ്പോൾ താൻ തൻ്റെ കൂടുള്ളവരോട് പറഞ്ഞു, ഞാൻ പോകുന്നില്ല. എല്ലാവരും ആലിസിനോട് ചോദിച്ചു, ആലിസേ എന്തോ പറ്റി, എന്താ നീ പോകാത്ത, നിൻ്റെ അപ്പനെയും അമ്മയും കാണണ്ടേ, വർഷം കുറേ ആയില്ലേ? ആലിസ് പറഞ്ഞു, ഇല്ല, ഞാൻ പോകുന്നില്ല. അപ്പോൾ പലരും ചോദിച്ചു, എന്തോ കാരണം പറ. ആലിസ് പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. തൻ്റെ കൂടെ യാത്ര ചെയ്യാൻ ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരി പറഞ്ഞു, ആലിസെ ഞാൻ പോയിട്ട് വരാം, എന്നിട്ട് കാണാം. അപ്പോൾ ആലിസ് പറഞ്ഞു, നീ മടങ്ങി വരും, പക്ഷെ നീ എന്നെ കാണത്തില്ല. ആ സമയത്ത് കേട്ടുകൊണ്ടിരുന്ന ആർക്കും മനസ്സിലായില്ല ആലിസ് എന്തോ ഈ പറയുന്നതെന്ന്. ആ ബയോഗ്രഫിക്കകത്ത് പറയുന്നത്, ആ നിമിഷം മുതൽ ആലിസിനൊരു പുതുശക്തി തൻ്റെ മേൽ ധരിച്ച പോലെ താൻ അധ്വാനിക്കാൻ തുടങ്ങി. തന്നെ കാണുന്നവരൊക്കെ ചിന്തിച്ചു, എന്തു പറ്റി ആലിസിന് ഇത്രയൊരു വ്യത്യാസം. എന്നാൽ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ താൻ വേല ചെയ്തുകൊണ്ടിരുന്ന ആ പ്രദേശത്ത് വലിയ ഒരു ഗോസ്പലിനെതിരെ ചില പ്രശ്നങ്ങൾ നടന്നു. അവിടുന്ന് ആലിസ് മരണപ്പെട്ടു. ആലിസ് മരണപ്പെട്ട ആ ലെറ്റർ തൻ്റെ പേരൻസിന് അയച്ചപ്പോൾ അവർ തിരിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങൾക്കറിയാമായിരുന്നു ഞങ്ങളുടെ കുഞ്ഞ് മടങ്ങി വരത്തില്ല, കാരണം അവളുടെ പ്രാർത്ഥന അവൾ ദൈവത്തിൻ്റെ ഒരു സാക്ഷിയാകുമെന്നായിരുന്നു. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്നറിയാമോ? താനന്ന് ഒരുപക്ഷെ കപ്പലിൽ കയറി പോകുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നോട് പറഞ്ഞു, നീ യാത്ര ചെയ്യേണ്ട, എവറിത്തിങ് ഈസ് ഗോയിങ് ടു എൻഡ്. കാരണം തൻ്റെ കൂടെ ഇരുന്നവർക്കൊക്കെ മനസ്സിലായി ആലിസ് ഇതിനു വേണ്ടിയാ വെയിറ്റ് ചെയ്തതെന്ന്. എന്തായിരിക്കും ആലിസിനെ ആ പ്രാർത്ഥനയിൽ അല്ല ആ ദൈവശബ്ദം കേട്ടപ്പോൾ സമർപ്പിക്കുവാൻ തനിക്കുണ്ടായ മനസ്സ്? ഇറ്റ് വാസ് ബിക്കോസ് ഹീ ന്യൂ ഹൂ ദ ഗോഡ് ഷീ വാസ് സെർവിങ്. ദൈവത്തെ അറിയാവുന്നത് കൊണ്ടാണ് തൻ്റെ മുന്നിലൊരു ഡേഞ്ചർ ഉണ്ടെന്നറിഞ്ഞിട്ടും എൻ്റെ നാഥന് വേണ്ടി ഒരു സാക്ഷിയാകുകയാണെങ്കിൽ അതെനിക്ക് വലുതെന്ന് എണ്ണി താൻ അവിടെ നിന്നു. ദൈവമക്കളെ, നമുക്കിത് വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നും ചിലതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമെന്ന്. പക്ഷെ ഞാനൊന്ന് പറയാം, നമ്മുടെ മുന്നിൽ പ്രയാസം വരുമ്പോൾ മാത്രമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ശോധന നടക്കുന്നത്. പക്ഷേ ആ വിശ്വാസത്തിൽ നമ്മൾ ജയിക്കണമെങ്കിൽ ഈ നാഥനെ നമ്മൾ അറിയേണ്ടതുപോലെ അറിയണം. ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് നമ്മുടെ ഈ ജീവിത യാത്രയ്ക്കകത്ത് നമ്മൾ പലവിധമായ പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്നത്. അതൊന്നും നമ്മളെ തകർക്കുവാൻ വേണ്ടിയല്ല, അതെല്ലാം ദൈവത്തെ ഒന്ന് രുചിച്ചറിയുവാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഓ ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഇസ് ഗുഡ്, ബ്ലെസ്ഡ് ഇസ് എ മാൻ ദാറ്റ് ട്രസ്റ്റത്ത് ഇൻ ദ ലോർഡ്. രുചിച്ചറിയുന്നൊരു മനുഷ്യൻ അവൻ യഹോവയിൽ ആശ്രയിക്കും. അതുകൊണ്ടാണ് യിരെമ്യാ 9:23 പറയുന്നത്, ധനമുള്ളവർ ധനത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ, ബലവാന്മാർ അവരുടെ ബലത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ, ജ്ഞാനികൾ അവരുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ, നിങ്ങളോ എന്നെ അറിയാം എന്നുള്ളതിൽ പ്രശംസിക്കണം. ഇംഗ്ലീഷിൻ്റെ അത് കുറച്ചുകൂടെ നന്നായി എഴുതിയിരിക്കുന്നത്, ഗ്ലോറി ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് ആൻഡ് യു നോ മീ. ഹല്ലേലൂയ. ഭക്തന്മാരായിരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന എപ്പോഴും ഇതായിരിക്കണം, പിതാവേ ഞാൻ ഒന്നിൽ മാത്രം ഗ്ലോറി ചെയ്യുന്നു. എന്താണെന്നറിയാമോ? ഈ നാഥനെ എനിക്കറിയാം, ഈ നാഥൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. ഇതാണ് പൗലോസിൻ്റെയും പ്രാർത്ഥന. ഫിലിപ്പി ലേഖനം പഠിക്കുമ്പോൾ പൗലോസ് പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയാണ്, എനിക്ക് അങ്ങയൊന്ന് അറിയണം. ഐ വോണ്ട് ടു നോ യു എന്നാണ് പൗലോസ് പറയുന്നത്. ഈ പൗലോസാണ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പറയുന്നത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുന്നു. പൗലോസ് ഇത് എഴുതുമ്പോൾ പൗലോസിൻ്റെ ഹൃദയത്തിൽ വിഷമമുണ്ടോ സങ്കടമുണ്ടോ എന്നൊക്കെ തിരിച്ചറിയണമെങ്കിൽ അതേ ചാപ്റ്ററിൻ്റെ അകത്ത് പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഐ ആം എ പ്രിസണർ ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. പലപ്പോഴും നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ
ഞാനായിരുന്നു ആ കത്ത് എഴുതിയെങ്കിൽ ഞാൻ ഇങ്ങനെ എഴുതിയേനേം, ഐ എം എ പ്രിസണർ ഓഫ് ദ റോമൻ എംപയർ, ഓഫ് ദ റോമൻ ഗവൺമെൻറ്. പക്ഷെ പൗലോസ് എഴുതി, ഐ ആം എ പ്രിസണർ ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കടന്നു പോകുന്ന സാഹചര്യങ്ങളൊന്നും എന്നെ ഭരിക്കുകയില്ല, ഞാൻ കടന്നു പോകുന്ന സാഹചര്യങ്ങളൊന്നും എന്നെ ബാധിക്കുകയില്ല. ഞാൻ എന്തിൽ കൂടെ കടന്നു പോയാലും അതെൻ്റെ യേശു അറിഞ്ഞതുകൊണ്ട് മാത്രം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഐ ആം എ പ്രിസണർ ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എത്ര മഹത്വകരമായ വാക്കുകൾ! കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ടാണ് താൻ ഇത് പറയുന്നത്. തൻ്റെ അനുഭവമായതുകൊണ്ടാണ് താൻ പറയുന്നത്, ഞാൻ എന്തിൽ കൂടെ കടന്നു പോകുമ്പോഴും ഒന്നെനിക്കറിയാം, എൻ്റെ നാഥൻ അനുവദിച്ചിട്ടാണ്. എൻ്റെ നാഥൻ ഇത് അനുവദിച്ചെങ്കിൽ ഇതിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ നാഥൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, പിതാവിനെ അറിയുക. അടുത്ത വാക്യം എഫേസ്യർ 3 അതിൻ്റെ 16 വാക്യം. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ കാര്യം പൗലോസ് 16 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ഇപ്പം രണ്ടാമത്തെ കാര്യം പൗലോസ് പ്രാർത്ഥിക്കുന്നത്, അകത്തെ മനുഷ്യൻ ബലപ്പെടണം. ദൈവങ്ങളെ, നമ്മുടെയൊക്കെ പ്രാർത്ഥന നമ്മളൊന്ന് ശോധന ചെയ്യണം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു 90% നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ്റെ വിഷയങ്ങളാണ്. ഞാൻ, എൻ്റെ ആഗ്രഹം, എൻ്റെ സ്വപ്നം, എൻ്റെ കരിയർ, എൻ്റെ ആരോഗ്യം, ഇതാണ്. പക്ഷെ പൗലോസ്, പിതാവിനെ അറിഞ്ഞ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, എൻ്റെ അകത്തെ മനുഷ്യനെ ഒന്ന് ബലപ്പെടുത്തണം, അങ്ങയുടെ ആത്മാവിനാൽ എന്നെ ഒന്ന് ബലപ്പെടുത്തണം. എന്താണ് പൗലോസ് ഇങ്ങനെ പ്രാർത്ഥിക്കുവാനുള്ളൊരു കാര്യം? നമുക്ക് 2 കൊരിന്ത്യർ 4 അതിൻ്റെ 16 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. പൗലോസ് പറയുന്നത്, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നെങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നമ്മൾ ഈ ചാപ്റ്റർ മൊത്തം വായിച്ചാൽ പൗലോസ് താൻ കടന്നുപോയ കഷ്ടതകളും പ്രയാസങ്ങളുമാണ് ഇതിൻ്റെ നടുവിൽ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എഴുതിയ പൗലോസ് പറയുകയാണ്, ഇതിൻ്റെ നടുവിൽ ഞങ്ങൾ വീണു പോകുകയോ ക്ഷയിച്ചു പോകുകയോ അല്ല. ഞങ്ങളുടെ ഈ പുറമേ മനുഷ്യനുണ്ടല്ലോ, അത് ഓരോ ദിവസവും ക്ഷയിച്ചു പോകുക, പക്ഷേ അകത്തെയുള്ള മനുഷ്യൻ അത് പുതുക്കം പ്രാപിക്കുന്നു. ഈ ദൈവവചനം പഠിക്കുമ്പോൾ പൗലോസൊക്കെ പരിശുദ്ധാത്മാവിൽ എഴുതുമ്പോൾ അവർ ശരിക്കുമുള്ള കാര്യമാണ് പറയുന്നത്. അവരൊന്നും മറയ്ക്കുന്നില്ല. ഞങ്ങൾ കഷ്ടതയുടെ നടുവിലാണ്. ഈ കഷ്ടതയുടെ നടുവിൽ ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യന് ബലഹീനതകളുണ്ട്. പക്ഷെ അതിൻ്റെ നടുവിലും ഞങ്ങളുടെ അകമയുള്ള മനുഷ്യനെ പുതുക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ടെന്നാണ് പൗലോസ് പറയുന്നത്. മറ്റൊരർത്ഥത്തിൽ ഈ വർഷം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പലവിധമായ വിഷയങ്ങളിൽ കൂടെ പോകുവാൻ സാധ്യതയുണ്ട്. ആ വിഷയത്തിൻ്റെ ഒക്കെ നടുവിൽ വരുമ്പോൾ നമ്മൾ ക്ഷയിച്ചു പോകുവാനുള്ള സാധ്യതയുണ്ട്. അവിടെ എൻ്റെ പ്രാർത്ഥന ഒന്നായിരിക്കണം, പിതാവേ, എൻ്റെ അകത്തെ മനുഷ്യനെ ഒന്ന് പുതുക്കണം. ഓരോ ദിവസവും അത് പുതുക്കപ്പെടുവാൻ ഞാൻ എന്നെ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കണം. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഈ പുറമേയുള്ള മനുഷ്യൻ, ഈ അകമേയുള്ള മനുഷ്യനെ നമ്മൾ പുതുക്കുന്നത്? അതുകൊണ്ട് പൗലോസ് അടുത്ത വാക്യം പറയുന്നത്, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ
ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഗാനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. മക്കളെ, നമ്മുടെയൊക്കെ ലൈഫിൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യും. പൗലോസിൻ്റെ ജീവിതത്തിലും താൻ ഒരുപാട് വിഷയങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ വിഷയങ്ങളുടെ നടുവിൽ തനിക്കൊരു വെളിപ്പാടുണ്ടായി. എന്താ വെളിപ്പാടെന്നറിയാമോ? നിത്യതയെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട്. ആ വെളിപ്പാട് കിട്ടിയപ്പോൾ ഇപ്പം ഞാൻ കടന്നു പോകുന്ന കഷ്ടത അത് ലഘുവായ കഷ്ടതയാണ്. എന്തുകൊണ്ട്? ഞാൻ അതിനേക്കാൾ വലുതൊന്ന് കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഈ യാത്രയിൽ നമ്മൾ കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ, പ്രയാസത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ, നമ്മുടെ പ്രാർത്ഥന മുറിക്കകത്ത് കയറി നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. പിതാവേ, ഈ കഷ്ടത അങ്ങ് എങ്ങനെ കാണുന്നു? ഇതിനെ ഞാൻ എങ്ങനെ ഓവർകം ചെയ്യും? ദൈവം നമുക്ക് വെളിപ്പാടുകൾ തരും. ആ വെളിപ്പാട് നമ്മുടെ അകത്തെ മനുഷ്യനെ പുതുക്കുവാൻ തുടങ്ങും. നമ്മുടെ ഈ പുറമേയുള്ള മനുഷ്യനല്ല ബലം വരുന്നത്, അകത്തുള്ള മനുഷ്യൻ. ഈ അകത്തെ മനുഷ്യൻ ബലപ്പെടുമ്പോൾ പ്രശ്നം അവിടെ നിൽക്കുമ്പോഴും അതിൻ്റെ നടുവിൽ ദൈവത്തെ സ്തുതിക്കുവാൻ ഒരു ആത്മീയന് കഴിയും. ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ പറയുവാൻ ഒരു കാര്യമുണ്ട്. എൻ്റെ പ്രശ്നങ്ങൾ പലതും ഇപ്പോഴും അവിടെ ഉണ്ട്. പല വിഷയത്തിനും ഉത്തരം വന്നിട്ടില്ല. പക്ഷെ അതിൻ്റെ നടുവിലും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെ കാരണം ഈ വിഷയത്തേക്കാൾ വലുതാണ് എൻ്റെ ദൈവം എന്നുള്ള ബോധ്യമാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് ആ ശക്തി പ്രാപിക്കുന്നത് നമ്മുടെ അകത്തെ മനുഷ്യൻ പുതുക്കം പ്രാപിക്കുന്നത് കൊണ്ടാണ്. ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്നറിയാമോ? കഷ്ടത വരുമ്പോൾ, നമ്മുടെ അകത്ത് ഭയം വരുമ്പോൾ, ദൈവസന്നിധിയിലിരുന്ന് ആ വെളിപ്പാട് പ്രാപിക്കുമെങ്കിൽ അതിനെ നേരിടുവാൻ ദൈവം നമ്മുടെ മേലൊരു കൃപ പകർന്നു തരും. അടുത്ത 5-ാമത്തെ 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവനായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനുമീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരിവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. ആമേൻ. അപ്പോൾ 2-ാമത്തേത്, പൗലോസിന് തൻ്റെ വിഷയങ്ങളിൽ ഒരു വെളിപ്പാട് മാത്രമല്ല, തൻ്റെ ശരീരത്തിൽ തനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ ശരീരത്തെക്കുറിച്ച് തനിക്ക് വെളിപ്പാട് ദൈവം കൊടുത്തു. ഈ കൂടാരം, അവിടെ എഴുതിയിരിക്കുന്ന ഒരു വേർഡ് ടെൻറ്റ് അല്ലെങ്കിൽ ടാബർനാക്കിൾ എന്നാണ്. സ്വർഗീയ ഭവനം എന്നാണ് മറ്റൊരു സൈഡിൽ എഴുതിയിരിക്കുക. എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഭൂമിയിലുള്ള വാസത്തിന് ദൈവം തന്നിരിക്കുന്ന ഈ ശരീരം ഇത് ടെമ്പററി ആണ്. ഈ ബോധ്യം നമ്മുടെ അകത്തുണ്ടായിരിക്കണം. ദൈവം എനിക്ക് വേണ്ടി ഒരു ഭവനം അവിടെ പണിതു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടും ഉടുപ്പുള്ളവരായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തുവാ? അവർ ഞരങ്ങുവാണ്. അവരുടെ അകത്ത് ഒരു ഗ്രോണിങ് ഉണ്ട്. എന്തിനു വേണ്ടി? സ്വർഗീയമായ കാര്യത്തിന്. ദൈവമക്കളെ, നമ്മുടെ ഈ ജീവിത യാത്രയ്ക്കകത്ത് നമുക്ക് പ്രശ്നങ്ങൾ മാത്രമല്ല, ശാരീരികമായ ബലഹീനതകൾ നമ്മുടെ ജീവിതത്തിൽ വരും. ആ ശാരീരികമായ ബലഹീനതകൾ വരുമ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കണം. അവിടെയാണ് ദൈവം നമ്മുടെ അകത്ത് പ്രവർത്തിക്കുവാൻ തുടങ്ങും. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ഇത് ചെയ്യുന്നത് പരിശുദ്ധാത്മാവ്. നിങ്ങളിലും എന്നിലും പരിശുദ്ധാത്മാവ് വസിക്കുന്നുവെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വ്യാപരിക്കുകയാണെങ്കിൽ നമ്മുടെ അകത്തു നിന്നൊരു ഗ്രോണിങ് ഉണ്ടാവും. ദൈവമേ, ഈ കണ്ണുനീരില്ലാത്ത, ശാപമില്ലാത്ത, രോഗമില്ലാത്ത എടുത്ത് എത്തിച്ചേരുവാൻ ദൈവമേ നീ എന്നെ ഒന്ന് ഒരുക്കണം. ഈ ഒരു നിലവിളി നമ്മുടെ അകത്ത് നിന്ന് ഉയരുവാൻ തുടങ്ങും. ഞാൻ എന്തിനാ ഇത് പറയുന്നത്? ഈ വർഷത്തിൻ്റെ യാത്രയ്ക്കകത്ത് ശാരീരികമായ ബലഹീനതകൾ വന്നു എന്ന് വരാം. വന്നാലും അവിടെ നമ്മൾ തളർന്നു പോകരുത്. അവിടെ ദൈവത്തെ നമ്മൾ മുറുകെ പിടിക്കുക. അവിടെ നമുക്കൊരു പ്രത്യാശ ഉണ്ടായിരിക്കണം. ഈ ശരീരം, ദിസ് ഇസ് ടെമ്പററി. എനിക്കായി ദൈവം ഒന്ന് പണിതിട്ടുണ്ട്. എൻ്റെ ദൈവം എൻ്റെ കൂടെ വസിക്കുന്നത് കൊണ്ട്, എൻ്റെ ദൈവം എന്നെ പണിയുവാൻ വെച്ചിരിക്കുന്നത് പൂർത്തീകരിക്കുന്നിടം വരെയും എനിക്കൊരു ആപത്തും സംഭവിക്കത്തില്ല എന്നൊരു ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടായിരിക്കണം.
ഞാൻ ഈ വചനം പറയുമ്പോൾ നിങ്ങൾ ചിലവരോട് ഞാൻ പറയട്ടെ, ഒരുപക്ഷെ ഡോക്ടർമാർ പറയുന്നുണ്ടായിരിക്കാം ഇറ്റ് ഈസ് ഇംപോസിബിൾ, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറയുന്ന ചില വിഷയങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാണ്, അൺടിൽ ദ ലോർഡ് ഹാസ് ടോൾഡ് യു ഫിനിഷ്ഡ്, ഇറ്റ് ഈസ് നോട്ട് ഫിനിഷ്ഡ്. ദ ലാസ്റ്റ് വേർഡ് കംസ് ഫ്രം ഗോഡ്. ദൈവത്തിൻ്റെ വാക്കിൽ നിങ്ങൾ ഉറയ്ക്കുക, ദൈവത്തിൽ മുറുകെ പിടിക്കുക. യു വിൽ കം ഔട്ട് ഓഫ് ഇറ്റ്. ഹല്ലേലൂയ. അടുത്ത വാക്യം 6-7 വാക്യം. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. അടുത്ത വാക്യം കൂടെ. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. ആമേൻ. അടുത്തത്, എൻ്റെ ഈ അകമേയുള്ള മനുഷ്യൻ പുതുക്കപ്പെടണമെങ്കിൽ എനിക്കൊറ്റ ആഗ്രഹമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇംഗ്ലീഷിൻ്റെ അകത്ത് പറയുന്നത് I only have one ambition and it is to please God. ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. ദൈവമക്കളെ, നമ്മുടെ ഈ ക്രിസ്തീയ യാത്രയ്ക്കകത്ത്, നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് നമ്മൾ ദൈവഹിതം അന്വേഷിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ടത് ഇതാണ്: പിതാവേ, എൻ്റെ ആഗ്രഹമല്ല, എൻ്റെ ഇഷ്ടമല്ല നാഥ, അങ്ങയുടെ ഇഷ്ടം എന്താണ് അത് ചെയ്യുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ആ പ്രാർത്ഥനയിലാണ് നിങ്ങളുടെ അകത്തെ മനുഷ്യൻ പുതുക്കപ്പെടുവാൻ പോകുന്നത്. അവിടെയാണ് നിങ്ങൾ വിശ്വാസത്തോടെ നടക്കുവാൻ നിങ്ങളുടെ അകത്തൊരു ബലം ദൈവം തരുന്നത്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയൊക്കെ നമ്മുടെ ആഗ്രഹത്തെക്കുറിച്ചാണ്, നമ്മുടെ ഇഷ്ടങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ ഇഷ്ടങ്ങൾ നടന്നാൽ നമ്മൾ അതിൻ്റെ നടുവിൽ ദൈവത്തെ പ്രസാദിപ്പിക്കും. അതിന് നമ്മൾ പലപ്പോഴും കണ്ടുപിടിക്കുന്ന വഴികൾ, എൻ്റെ ഇഷ്ടമെല്ലാം നടന്നാൽ ഉറപ്പായിട്ട് ഞാൻ പള്ളിയിൽ വരും, എൻ്റെ ഇഷ്ടമെല്ലാം നടന്നാൽ ഞാൻ പള്ളിയിലെ പല കാര്യത്തിൻ്റെ അകത്തും ഉൾപ്പെട്ട് നിൽക്കാം. മക്കളെ, എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിവൃത്തീകരിക്കണമെങ്കിൽ എൻ്റെ എപ്പോഴുമുള്ള പ്രാർത്ഥന ഇതായിരിക്കണം: പിതാവേ, അങ്ങ് എന്നെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു അത് ചെയ്യുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. പൗലോസ് ഇതാ പറയുന്നത്, I only have one ambition. It is to please God and God alone. ഇന്ന് ഈ ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് നമ്മളെ ഒന്ന് ശോധന ചെയ്യാം. നമ്മുടെ അംബീഷൻ അതാണോ? ഇതാണോ നമ്മുടെ ആഗ്രഹം? പൗലോസിനെ പോലെ നമുക്ക് പറയുവാൻ കഴിയുമോ, ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്? ഇതേ പൗലോസ് അടുത്ത വാക്യം കൂടെ വായിക്കാം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ചോ, പൗലോസിൻ്റെ ആഗ്രഹം ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നത് സത്യമാണ്. പക്ഷേ അതിനോട് ചേർന്ന് പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്: ഒരു നാൾ ദൈവത്തിൻ്റെ ന്യായവിസ്താരത്തിൻ്റെ മുന്നിൽ ഞാൻ നിൽക്കും. ആ നാളിൽ ഞാൻ എല്ലാത്തിനും കണക്ക് കൊടുക്കേണ്ടി വരും. ഇന്ന് സഭയ്ക്കകത്ത് നമ്മൾ ഒരുപാട് പേര് ഒരുപാട് പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എല്ലാവർക്കും പാടുവാനും പ്രാർത്ഥിക്കുവാനും ഒന്നേ ഉള്ളൂ: ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു, അങ്ങാണ് ഞങ്ങൾക്കെല്ലാം. പക്ഷേ നിങ്ങളുടെ ഈ സ്നേഹം ഒരു റെസ്പോൺസിബിലിറ്റിയിലോട്ട് വളരുന്നില്ല എങ്കിൽ ദൈവത്തെ മുഖത്തോട് മുഖം കാണുന്ന നാളിൽ നമ്മൾ ലജ്ജിച്ചു പോകും. നമ്മുടെ ഈ സ്നേഹം നമ്മളെ ഡ്രൈവ് ചെയ്യേണ്ടത് ദൈവഹിതം ചെയ്യുവാൻ വേണ്ടി ആയിരിക്കണം. അതാണ് പൗലോസ് പറയുന്നത്: ദൈവമേ, എനിക്കൊറ്റ പ്രാർത്ഥനയുള്ളൂ, എനിക്കൊറ്റ ആഗ്രഹമേ ഉള്ളൂ, അങ്ങേ പ്രസാദിപ്പിക്കണം. പക്ഷെ ഇത് തിരിച്ചറിയുമ്പോൾ തന്നെ, നാഥ, എൻ്റെ മുന്നിൽ വരുന്ന ഓരോ സാഹചര്യത്തിനും ഞാനൊരു ദിവസം കണക്ക് കൊടുക്കേണ്ടി വരുമെന്നൊരു ബോധ്യം എൻ്റെ അകത്തുണ്ട്. ഈ ബോധ്യം എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ഞാൻ എത്ര ദൈവത്തെ സ്നേഹിച്ചാലും ദൈവ ഇഷ്ടം ഞാൻ ചെയ്യുന്നില്ല എങ്കിൽ ദൈവം എന്നിൽ പ്രസാദിക്കത്തില്ല. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ ദാവീദിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് അവിടെ എഴുതിയപ്പോൾ
ദൈവത്തിൻ്റെ ഹൃദയത്തിനൊത്തവണ്ണമുള്ള ഒരു മനുഷ്യനെ കണ്ടെത്തി എന്ന് എഴുതിയിട്ട് ഇങ്ങനെ എഴുതി, ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ ഹിതത്തിലുള്ളതെല്ലാം ചെയ്യും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ മനുഷ്യൻ്റെ ഹൃദയവും ദൈവത്തിൻ്റെ ഹൃദയം ഒന്നാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് അത് പറഞ്ഞു നിർത്തിയില്ല. അവിടെ ഇങ്ങനെയും കൂടെ കൂട്ടിച്ചേർത്തു, ദൈവം ആഗ്രഹിക്കുന്നതൊക്കെയും ദാവീദ് ചെയ്തു. ദൈവമക്കളെ, ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ നിന്ന് മടങ്ങുമ്പോൾ എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവം ഇങ്ങനെ സാക്ഷി പറയണം, ദൈവം ആഗ്രഹിച്ചത് മൊത്തവും ആ തലമുറയ്ക്ക് വേണ്ടിയതൊക്കെയും അവൻ ചെയ്തു തീർത്തു. ഈ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ നമുക്കിരിക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ അകത്തൊറ്റ പ്രാർത്ഥന വരത്തുള്ളൂ, പിതാവേ, എൻ്റെ കയ്യിൽ അല്പസമയം മാത്രമേ ഉള്ളൂ, അത് വേഗം ചെയ്യുവാൻ എൻ്റെ മേലൊരു കൃപ തരണം. ദൈവമക്കളെ, ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് അധ്വാനിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം വളരത്തില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗത്ത് നിന്ന് മാറാം. ഇവിടെ ഇരിക്കുന്ന പലരും ജോലി ചെയ്യുന്നവരാണ്. നമ്മൾ ജോലി ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും ടെക്നോളജി കമ്പനിയിലൊക്കെ ജോലിയാണെങ്കിൽ, ചിലവർ പറയും, ഒരു സമയമാകുമ്പോൾ പറയും അധികം വർക്കില്ല, ബെഞ്ചിലിരുന്നോളാൻ പറയും. ഈ ബെഞ്ചിലിരുന്നോളൊരു ഗുണം, ജോലിയില്ല പക്ഷെ ശമ്പളമൊക്കെ കിട്ടും. ഒരു മാസം വലിയ കുഴപ്പം കാണത്തില്ല, കാരണം ചായയൊക്കെ കുടിച്ച് കൂട്ടുകാരോടൊക്കെ സംസാരിച്ച് വലിയ കുഴപ്പമില്ല. ഒരു 2 മാസം 3 മാസമൊക്കെ ആയി കഴിയുമ്പം നമ്മളെല്ലാവരും പറയും, പാസ്റ്ററെ പ്രത്യേകം പ്രാർത്ഥിക്കണം, ജോലി പോകാനുള്ള സാധ്യതയുണ്ടെന്ന്. ജോലിയൊന്നുമില്ല, ഇഷ്ടമുള്ളപ്പോൾ ചായ കുടിക്കാൻ പോകാം, കൂട്ടുകാരുടെ അടുത്തൊക്കെ കാണാം, ഒക്കെ ശരിയാണ്. പക്ഷെ 3-6 മാസമായാൽ നമുക്കറിയാം ജോലി പോയി. കാരണം ഈ 6-7 മാസമാകുമ്പം അവർ പെർഫോമൻസ് എടുത്ത് നോക്കുമ്പോൾ ഒന്നുമില്ല, എൻ്റെ അകത്ത് ചായ കുടിച്ചത് മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നമ്മൾക്ക് ജോലിയെക്കുറിച്ച് അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ, എത്രയോ വർഷങ്ങളായി ദൈവം നമ്മുടെ പെർഫോമൻസ് റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ 10:30 ചർച്ചിന് 11 മണിക്ക് വന്ന പെർഫോമൻസും കറക്റ്റ് 12:30 ഇറങ്ങിപ്പോകുന്ന പെർഫോമൻസും അല്ലാതെ വേറെ ഒരു പെർഫോമൻസും ഈ റിപ്പോർട്ടിലില്ല. പക്ഷെ എങ്കിലും നമ്മൾ പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. അതെന്തുകൊണ്ടാണ് നമുക്കങ്ങനെ തോന്നുന്നതെന്നറിയാമോ? നമ്മുടെ വിചാരം ദൈവത്തിൻ്റെ മുന്നിൽ നമ്മുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഈ QR കോഡ് സ്കാൻ ചെയ്ത് ടിക്കടിക്കുന്നതാണെന്ന്. ദൈവമക്കളെ, നമ്മുടെ പെർഫോമൻസിൻ്റെ ഇവാലുവേഷൻ ഞാൻ കൊടുക്കുന്ന ടൈത്തല്ല, ഞാൻ എന്നെ സമർപ്പിക്കുന്നതിലാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവം ശിഷ്യന്മാരെ വിളിച്ചത് എന്തിനാണെന്നറിയാമോ? താൻ പോകുന്നിടത്തൊക്കെ തൻ്റെ കൂടെ പോകാൻ. ഇന്ന് നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ അകത്തൊരു പ്രാർത്ഥന ഉയരണം, പിതാവേ, അങ്ങേ പ്രസാദിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അപ്പം അങ്ങെന്നെ വിളിച്ചത് എന്താണോ അത് മൊത്തം പൂർത്തീകരിക്കുവാൻ എൻ്റെ മേലൊരു കൃപ പണിത് തരണം. ദൈവമേ, അങ്ങയുടെ രാജ്യത്തിൽ, അങ്ങയുടെ ശരീരത്തിൽ അപ്പച്ച അങ്ങേ പ്രസാദിപ്പിക്കുവാൻ അങ്ങൻ്റെ മേലൊരു കൃപ തരുവാൻ നമുക്ക് ഓരോ പേർക്കും പ്രാർത്ഥിക്കാം. തിരിച്ച് നമുക്ക് എഫേസ്യർ 3 പോകാം. അവിടെ 17-ാമത്തെ വാക്യത്തിൻ്റെ അകത്ത് ഇങ്ങനെ പറയുന്നത്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി. അപ്പോൾ ഒന്നാമത്തെ കാര്യം പൗലോസ് സഭയ്ക്ക് പ്രാർത്ഥിക്കുന്നത് അവർ പിതാവിനെ അറിയണം. രണ്ടാമത്തെ കാര്യം, അകത്തെ മനുഷ്യൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ബലപ്പെടണം. മൂന്നാമത്തെ കാര്യം പൗലോസ് പ്രാർത്ഥിക്കുന്നത്, ക്രിസ്തു നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ വിശ്വാസത്താൽ വസിക്കണം. ദൈവമക്കളെ, പൗലോസ് ഇത് എഴുതുന്നത് യേശുവിനെ അറിയാവുന്ന ഒരു കൂട്ടം ജനത്തോടാണ് ഈ കത്തെഴുതുന്നത്. പക്ഷെ എന്നിട്ടും പൗലോസ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസത്താൽ വസിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ ജീവിതത്തിൽ അതെന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു അനുഭവമാണ്. ഒരിക്കൽ ഞാൻ ബാംഗ്ലൂരിൽ യാത്ര ചെയ്ത സമയത്ത്, അവിടെ ഞായറാഴ്ച ഒരു ദിവസമാണ്, അന്ന് പ്രാർത്ഥന ഒരു 7 മണിക്ക് തുടങ്ങി 9 മണിയായപ്പം പ്രാർത്ഥന തീർന്നു. സാധാരണ 9 മണി 10 മണിക്കൊക്കെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഞാൻ അവിടുത്തെ നടക്കാൻ പോകാമെന്ന് പറഞ്ഞ് ഞാൻ താമസിച്ച ആ ഒരു സ്ഥലത്ത് ഞാൻ നടക്കാൻ പോയി. അപ്പോൾ നടക്കാൻ പോയ സമയത്ത് അവിടെ ഒരു പോർഷ് ഏരിയയാണ്.
അപ്പോൾ അവിടെ പട്ടികളെയും കൊണ്ടൊക്കെ ഒരുപാട് പേരിങ്ങനെ നടക്കുക. ഒരു 10 years ബാക്കിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് വോഡോഫോണിൻ്റെ ഒരു പരസ്യമുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഓൾമോസ്റ്റ് എല്ലാവരും ഈ പഗ് എന്ന് പറയുന്ന ഒരു പട്ടിയെ കാണാൻ തുടങ്ങി, ഒരു കൊച്ചു പട്ടി. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാം. പക്ഷെ ആ സമയത്ത് അതിനെ ആദ്യമായിട്ട് കാണുന്നത് ഈ വോഡോഫോണിലാണ്. അപ്പോൾ ഈ പരസ്യം കണ്ടിട്ട് എനിക്കും ഭയങ്കര ആഗ്രഹമുണ്ട് ഈ പട്ടിയെ ഒന്ന് തൊട്ടാൽ കൊള്ളാമെന്ന്. അപ്പോൾ ഞാനിങ്ങനെ നടന്നു വരുമ്പം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു 1-2 പട്ടികൾ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, അപ്പച്ചാ എനിക്കിതിനെ ഒന്ന് തൊട്ടാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു, കുഞ്ഞെ നീ എന്താ ഇത് മേടിക്കാത്തേ? അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഇത് മേടിച്ചാൽ ശരിയാകത്തില്ല. ഇത് പറയുന്ന സമയത്ത് അതേ മൂമെൻറ്റിൽ ഞാനൊരു ചർച്ചിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോവാം. ആ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടക്കുമ്പോൾ ഞാൻ അവിടെ ഒരു പാട്ട് കേട്ടു. പാട്ട് എന്താണെന്നറിയാമോ? ജീസസ് വി ലവ് യു സോ മച്ച്. ആ സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡിൽ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ജസ്നെ നിനക്ക് ഈ പട്ടിയെ മേടിക്കണമെന്നോ അല്ലെങ്കിൽ ഈ പട്ടി നിൻ്റെ കൂടെ നടക്കണമെന്ന് ആഗ്രഹമില്ലാത്തതിൻ്റെ കാര്യം, ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ഫോർ യു ടു ഡു. ഒരു പട്ടിയെ പോയി തൊട്ടാൽ നിനക്ക് വേറെ റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല എന്നതുപോലെ വിശ്വാസികൾ ഇന്ന് സഭയ്ക്കകത്ത് കയറി വരുന്നുണ്ട്. അവർ സഭയ്ക്കകത്ത് കയറി വർഷിപ്പ് പാടുമ്പോൾ ലോർഡ് വി ലവ് യു സോ മച്ച്, വി സറണ്ടർ എന്നൊക്കെ പറയും. പക്ഷെ അപ്പച്ചനോട് പറയും, അപ്പച്ച ഇവിടെ ഇരുന്നാൽ മതി, അടുത്ത ഞായറാഴ്ച ഞങ്ങൾ വരാം. എന്നിട്ട് അവർ വീട്ടിൽ പോകും. എല്ലാ ഞായറാഴ്ചയും ഇവർ തിരിച്ചു വരും. എന്നിട്ട് യേശുപ്പച്ചനോട് പറയും, യേശുപ്പച്ച വി ലവ് യു സോ മച്ച്. ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്നറിയാമോ? നമ്മൾ ദൈവത്തോട് പറഞ്ഞത് ദൈ മേ കം ഇൻ ടു മൈ ലൈഫ് എന്നാണ്. അവിടെ നമ്മൾ ജീവിതത്തിൽ വരിക എന്ന് മാത്രമല്ല പറഞ്ഞത്. നമ്മൾ ദൈവത്തോട് പറഞ്ഞത് ലോർഡ് യു വിൽ ബി ദ ലോർഡ് ആൻഡ് മാസ്റ്റർ ഓഫ് മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇനി മുതൽ ഞാനല്ല ഈ വീടിൻ്റെ ഉടമസ്ഥൻ, യേശു മാത്രമായിരിക്കും. പറച്ചിലിൽ പലപ്പോഴും നമ്മളത് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ നമ്മുടെ ഗസ്റ്റ് റൂം നമ്മൾ നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അവിടെ നമ്മളിപ്പോഴും യേശുപ്പച്ചനെ ഇരുത്തിയിരിക്കുന്നത്. അവിടെയാണ് പൗലോസ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസത്താൽ വസിക്കണം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി എന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ഒരു വാക്യം കൂടെ അതിനോട് ചേർന്ന് നമുക്കൊന്ന് വായിച്ചിട്ട് ഞാൻ ആ ഭാഗത്ത് നിന്ന് മാറാം. ലൂക്കോസ് മത്തായി 12 അതിൻ്റെ 29 വാക്യം. മത്തായി 12 അതിൻ്റെ 29 വാക്യം. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പ് കവർന്നു കളവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവൻ്റെ വീട് കവർച്ച ചെയ്യാം. ആമേൻ. നിങ്ങൾ ഈ മത്തായി 12, 22 തൊട്ട് 28 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, യേശു അവിടെ ഭൂതബാധിതനായ ഒരു മനുഷ്യനെ തന്നിൽ നിന്ന് ഭൂതത്തെ മാറ്റുമ്പോൾ അവിടെ ഫാരിസീസ് ആയിട്ടുള്ളവർ പറയുന്നത് യേശു ബെൽസെബൂബിനെ കൊണ്ടാണ് ഈ ഭൂതത്തെ ഇറക്കി എന്ന് പറഞ്ഞിട്ട് അതിന് പറയുന്ന ഉത്തരമാണ് നമ്മൾ ഈ കാണുന്നത്. അവിടെ പൗലോസ് പറയുന്നത്, യേശു പറയുന്നത്, ബലവാനെ പിടിച്ച് കെട്ടിയിട്ടല്ലാതെ ബലവാൻ്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പ് കവർന്ന് കളവാൻ എങ്ങനെ കഴിയും? പിടിച്ച് കെട്ടിയാൽ പിന്നെ അവൻ്റെ വീട് കവർച്ച ചെയ്യാം. നമുക്കിത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ്, അവിടെ പോകണ്ട. കയീനും ആബേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ കയീൻ കൊടുത്ത യാഗത്തെ നോക്കിയിട്ട് ദൈവം ഇങ്ങനെ പറയുന്നത്, നീ നല്ല യാഗം തന്നിരുന്നെങ്കിൽ, നീ നിൻ്റെ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ നിന്നിൽ പ്രസാദിക്കത്തില്ലയോ? നീ തെറ്റായത് ചെയ്തതുകൊണ്ടാണ് പാപത്തിന് നിന്നോട് ആഗ്രഹമുണ്ട്, അത് നിൻ്റെ വാതുക്കൽ മുട്ടുന്നു, എന്നാൽ നിനക്കോ അതിനെ ജയിക്കുവാൻ കഴിയും. നിങ്ങൾ ശ്രദ്ധിക്കുന്നോ? ആ സമയത്ത് കയീൻ പാപം ചെയ്യുന്നുണ്ട്. പക്ഷെ പാപം ചെയ്യുന്ന കയീനോട് പറയുവാണ്, കയീനെ, ഈ പാപമുണ്ടല്ലോ നിൻ്റെ കതകിൽ മുട്ടുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്നറിയാമോ? നീ ഈ പാപത്തെ ജയിക്കുവാൻ നിനക്ക് കഴിയും. പക്ഷേ നീ ഈ പാപത്തെ അകത്ത് കയറ്റിയാൽ, ഈ പാപവുമായി നീ കളിക്കുവാൻ തുടങ്ങിയാൽ, ഈ പാപം നിന്നെ മാസ്റ്റർ ചെയ്യാൻ തുടങ്ങും. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാപത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് കുറഞ്ഞാൽ, ആദ്യമൊക്കെ നമുക്ക് തോന്നും പാപത്തെ എനിക്ക് ജയിക്കുവാൻ കഴിയുമെന്ന് നമുക്ക് തോന്നുവാൻ സാധ്യതയുണ്ട്.
പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ പാപം നമ്മളെ മാസ്റ്റർ ചെയ്യാൻ തുടങ്ങും. അവിടെയാണ് വചനം പറയുന്നത്, ഈ ഡീമൺ പൊസസ്ഡ് മാനിന് തനിക്കൊരു കൺട്രോൾ ഇല്ല. ഇതുകൊണ്ടാണ് നമ്മൾ ചിലപ്പം അഡിക്ഷൻസ് നിങ്ങൾ വായിച്ചാൽ, അഡിക്ഷൻ ഉള്ളവരോട് ചോദിച്ചാൽ അവർ പറയും, സിഗരറ്റ് വലി തുടങ്ങിയപ്പം ഒരു സിഗരറ്റാണ് വലിച്ചത്. 1-2 സിഗരറ്റ് വലിക്കുമ്പം ഉറപ്പായിരുന്നു എനിക്ക് എപ്പോൾ വേണമെങ്കിലും നിർത്താം. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. എന്താ പറ്റിപ്പോയത്? പാപത്തെ ജയിക്കുവാൻ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അത് നീ ജയിച്ചില്ല. ആ സമയം നീ കളഞ്ഞപ്പോൾ പാപം നിന്നെ മാസ്റ്റർ ചെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ പേരോട് ഞാൻ പറയട്ടെ, പാപത്തോടുള്ള നിങ്ങളുടെ തോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെറുതായി പാപത്തെ നിങ്ങൾ കാണരുത്. ഒരു പക്ഷേ ഇന്ന് ഒരു ചെറിയ കള്ളത്തരം, ചെറിയ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കുഴപ്പമില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാലും പിന്നത്തേൽ അത് നിങ്ങളെ ജയിക്കും. ഇപ്പോൾ നിങ്ങൾക്കിതിനെ ജയിക്കുവാൻ കഴിയും. ജയിക്കുവാൻ കഴിയാൻ നിങ്ങൾക്ക് പറ്റുമ്പോൾ അതിനെ വിട്ട് ഓടുവാൻ നിങ്ങൾക്ക് കഴിയണം. ഹല്ലേലൂയ. അടുത്ത ഒരു വാക്യം കൂടെ വായിക്കാം. അതേ 12 തന്നെ 43 വാക്യം, 43 തൊട്ട് 45 വരെയുള്ള വാക്യങ്ങൾ. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ലതാനും. ഞാൻ പുറപ്പെട്ടു പോന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലും എന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യൻ്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെയാകും. ഈ ദുഷ്ട തലമുറയ്ക്ക് അങ്ങനെ ഭവിക്കും. നമുക്ക് 44 വാക്യം അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഞാൻ പുറപ്പെട്ടു പോന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുക. ഇത് ആരുടെ വീടാണ്? ഇത് ദുരാത്മാവിൻ്റെ വീടല്ല. പക്ഷേ അതവിടെ വസിച്ച് ഇപ്പം കാര്യങ്ങൾ മൊത്തം പുള്ളിയാണ് കൺട്രോൾ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് പോകാം. പിടിച്ച് പുറത്തിട്ടു, പക്ഷെ എന്നിട്ടും അത് തിരിച്ചു വരിക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിലവരെ നമ്മൾ സഭായോഗത്തിന് കൂട്ടിക്കൊണ്ട് വരും. അവർക്ക് ചെറിയൊരു പ്രശ്നവുമായിട്ടാണ് വരുന്നത്. പക്ഷേ അവർ പൂർണ്ണമായി ദൈവത്തിൽ സമർപ്പിക്കാതെ വരുമ്പം പ്രശ്നം കൂടും. അതാ അവിടെ വചനം എഴുതിയിരിക്കുന്നത്. പുള്ളി പറയുവാണ്, ഞാൻ ഒന്നായതുകൊണ്ടാണല്ലോ പുറത്തിട്ട്, അതുകൊണ്ട് ഒരു 7 എണ്ണത്തെ കൂടെ കൊണ്ടുവരുവാന്ന്. ദൈവമക്കളെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതം ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അവിടെ എഴുതിയിരിക്കുന്നത് അൺക്ലീൻ സ്പിരിറ്റ്. അതുകൊണ്ടാണ് അവിടെ ആ എഴുതിയിരിക്കുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. 3 വാക്കുകളാണ് അവിടെ പറയുന്നത്. ഈ ദുരാത്മാവ് മടങ്ങി വന്നിട്ട് പറയുന്നത്, 1 ഇറ്റ് ഈസ് എംപ്റ്റി, 2 ഇറ്റ് ഈസ് ക്ലീൻ, 3 ഇറ്റ് ഈസ് ഇൻ ഓർഡർ. ദുരാത്മാവ് നമ്മളിൽ വസിച്ചാൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? ദർ ഇസ് നോ ക്ലീൻനെസ്, എവറിത്തിങ് ഇസ് ഔട്ട് ഓഫ് ഓർഡർ. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിച്ചാൽ എവറിത്തിങ് ഇസ് ക്ലീൻ ആൻഡ് ഇറ്റ് വിൽ ബി ഇൻ ഓർഡർ. നമ്മുടെ ജീവിതത്തെ നമ്മൾ ശോധന ചെയ്ത് നോക്കണം. വേർ ആം ഐ സ്റ്റാൻഡിങ്? ഞാൻ എവിടെ നിൽക്കുന്നു? ഇന്ന് ഈ ദൈവവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്: പിതാവേ, ഞാൻ എന്നെ പൂർണ്ണമായി അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ പലയിടങ്ങൾ ഇറ്റ് ഈസ് സ്റ്റിൽ നോട്ട് സറണ്ടേർഡ്. അപ്പച്ചാ, എവിടെയാണ് ഞാൻ സറണ്ടർ ചെയ്യാൻ നിൽക്കുന്നത്? അവിടെ തന്നെ ശോധന ചെയ്യണം. ദാവീദിൻ്റെ പ്രാർത്ഥന, സെർച്ച് മീ ഓ ലോർഡ്, ട്രൈ മീ ആൻഡ് നോ മൈ തോട്ട്സ്, സീ ഇഫ് ദർ ഇസ് എനി വിക്കഡ് വേ ഇൻ മീ ആൻഡ് ലീഡ് മീ ടു ആൻ എവർലാസ്റ്റിംഗ് ലൈഫ്. എന്തിനാ ഇത് പ്രാർത്ഥിക്കുന്നതെന്നറിയാമോ? ചിലപ്പോഴൊക്കെ നമുക്ക് പോലും അറിയത്തില്ല എവിടെയാ നമ്മൾ ദൈവത്തിന് സമർപ്പിക്കാത്തതെന്ന്. അവിടെ നമ്മൾ ദൈവത്തോട് പറയണം, പിതാവേ, എന്നെ ഒന്ന് ശോധന ചെയ്യണം. ദൈവമേ, പൂർണ്ണമായി എന്നെ ഒന്ന് സമർപ്പിക്കുവാൻ അവിടെ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.